എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വേറെ ഒന്നുമല്ല. നമ്മുടെ US നമുക്ക് മേൽ ചുമത്തിയ 50% തീരുവയുടെ കാര്യങ്ങളുമായിട്ടാണ്. എന്തായാലും നരേന്ദ്രമോദി ഒഫീഷ്യലായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കർഷകരുടെ കൂടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്റ്റാൻഡ്. തീർച്ചയായും കർഷകരെ തന്നെയാണ് അത് കൂടുതൽ ബാധിക്കാൻ പോകാൻ ഇരുന്നത്. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് മാത്രമല്ല, അമേരിക്കയിലെ സാധനങ്ങൾക്ക് തീരുവ കുറച്ച് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കർഷകരെയാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രൊഡക്ട്സുകളായ ഗോതമ്പ്, ബാർലി തുടങ്ങിയ ഐറ്റങ്ങൾ ഇങ്ങോട്ട് വരികയും ഡയറി പ്രോഡക്റ്റുകളെല്ലാം വരുമ്പോൾ തീർച്ചയായും നമ്മുടെ കർഷകരുടെ കാര്യത്തിൽ തീരുമാനങ്ങളാവും. അപ്പം അതൊക്കെ കർഷകരെ പിണക്കിക്കൊണ്ട് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെയാണ് മോദി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ ഇത് ഒരുപാട് കമ്പനികളെ അല്ലാതെ ഒരുപാട് ആൾക്കാരെയും ബാധിക്കുന്നുണ്ട്. കാരണം US ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനും കൂടി ചെയ്യുന്നുണ്ട്. അവരെ കൂടെ ഒരു വിഭാഗം ആൾക്കാരെയും കൂടി ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു യൂറോപ്യൻ സൈഡുകളിൽ പുതിയൊരു വ്യാവസായിക, അതായത് ഈ സാധനങ്ങളൊക്കെ അവിടെ ആ ഒരു രീതിയിൽ വിറ്റഴിക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തേണ്ട ആവശ്യം അനിവാര്യമാണ്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ കൂടിയാണ് വന്നത്. വേറൊന്നുമല്ല, ഞാൻ പല ചർച്ചകളിലും ഞാൻ കണ്ടു മോദിയെ ടാർഗറ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട നയാരയും റിലയൻസും ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തത്? ഇന്ത്യക്ക് വേണ്ടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നയാരയും റിലയൻസും മാത്രമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടിയായ ഇന്ത്യൻ ഓയിൽ വാങ്ങുന്നുണ്ട്, ഭാരത് പെട്രോളിയം വാങ്ങുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം വാങ്ങുന്നുണ്ട്. അപ്പം രണ്ടുപേരെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? ഇന്ത്യ എന്നൊരു വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിലോ അവിടെ നമുക്ക് ഇന്ത്യൻ ഓയിലോ ഭാരത് പെട്രോളിയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലുള്ള മാത്രം നമുക്ക് വലിയൊരു ഒരു ശൃംഖല കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലെ KSRTC ഒക്കെ കുറച്ച് നഷ്ടത്തിൽ വന്നപ്പോൾ നമ്മൾ സ്വകാര്യവൽക്കരിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്തതുപോലെ. അതുമാത്രമല്ല, നമുക്ക് പല മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്വകാര്യ പങ്കാളിത്തം ആവശ്യമുള്ള മേഖല കൂടി തന്നെയാണ് ഈ പെട്രോളിയം മേഖല. അപ്പോൾ ഓൾ ഇന്ത്യ അത്രയും അറിയാലോ, ഇത്ര വാഹന പെരുപ്പും കാര്യങ്ങളുള്ള എല്ലാ ഇന്ത്യ ഭാഗത്തും ഇത്രയും എഫക്റ്റീവായിട്ട് നമ്മൾ ഈ സംവിധാനം എത്തിക്കണമെങ്കിൽ പൊതുമേഖലയുടെ ആവശ്യം, ഒരു പങ്കാളിത്തം കൂടി ആവശ്യമാണ്. അപ്പോൾ അതറിയാതെ ഒരുപാട് പേര് കടന്ന് അവരെ മോദിയുടെ സുഹൃത്തുക്കളാക്കി, മോദിക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്ന രീതിയിലും ക്യാഷ് കിട്ടുന്ന രീതിയിലൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സ് ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പടപിടിച്ച് പിന്നാലെ പോകുന്ന ഒരാളല്ല. ഇതൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ എനിക്ക് കിട്ടി. ആ വിവരത്തിൽ നിന്ന് ക്രോഡീകരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നയാര എന്ന് പറഞ്ഞൊരു കമ്പനി, അത് റഷ്യയിലെ ഓയിൽ കമ്പനി റോഡ്സൺ എന്ന് പറഞ്ഞൊരു ഓയിൽ കമ്പനിയാണെന്ന് തോന്നുന്നു. അതിനുമായിട്ട് പങ്കാളിത്തമുള്ള, അതിന് ഷെയറുള്ള ഒരു കമ്പനിയാണ്. അതുകൂടാതെ റിലയൻസ് എന്ന് വെച്ചാൽ, റിലയൻസ് നയാരയ്ക്കും ഇന്ത്യയിൽ വൻകിട പ്ലാന്റുകളാണ് ഉള്ളത്. കൊണ്ടുവരുന്ന എണ്ണകൾ പ്രൊസീഡ് ചെയ്ത് അത് വിതരണം ചെയ്യാനുള്ള അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനികളാണ് നയാരയും റിലയൻസും ഒക്കെ. അപ്പോൾ അവരുടെ പങ്കാളിത്തം നമ്മുടെ രാജ്യത്തിനും നമുക്കും ആവശ്യമാണ്. അതിൽ B2B ബിസിനസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അവരുമായിട്ടുള്ള ചട്ടക്കൂടുകളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടുത്തെ പെട്രോൾ പ്രൈസും ഇന്ത്യയിലെ പെട്രോൾ പ്രൈസും ഒക്കെ നോക്കിയാൽ കൂടി വേണ്ട. അത് മിഡിൽ ഈസ്റ്റിലേക്ക് ഒന്ന് പോകാനാണ്. ഇപ്പോൾ പാകിസ്ഥാനിലും നമ്മുടെ ശ്രീലങ്കയിലൊക്കെ പെട്രോൾ റേറ്റും കാര്യങ്ങളും അവിടുത്തെ സമ്പദ്ഘടനയൊക്കെ എങ്ങനെയാണ് തകർന്നടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയൊക്കെ നമ്മൾ പിടിച്ച് മുന്നേറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പെട്രോൾ പ്രൈസ്, നിങ്ങളത് മിഡിൽ ഈസ്റ്റിലേക്ക്, ഇപ്പോൾ UAE ആണെങ്കിൽ 4 ദിർഹംസൊക്കെയാണ് ഇപ്പോഴത്തുള്ള ടാക്സുകളൊക്കെ കൂടി പെട്രോൾ റേറ്റ് കൂടുന്നു. അവിടെ 4 ദിർഹംസൊക്കെയാണ്. 4 ദിർഹംസ് വെച്ചാൽ ഇന്ത്യൻ മണിയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 80-90 ആ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 110 രൂപയൊക്കെയാണ്. അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് പിടിച്ച് ഇന്ത്യ ഒരു നല്ലൊരു ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പോക്കറ്റ് കയറാതെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ റേറ്റിൽ എണ്ണ വിറ്റാൽ നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ. എന്നിട്ടും അവർ അത് കൺട്രോൾ ചെയ്ത് അത് വെച്ചിട്ടുണ്ട്.
ഇത് സ്വകാര്യ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും, റിലയൻസിൻ്റെയും നയാരുടെയൊക്കെ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പെട്രോളിൻ്റെ വില നമുക്ക് പല സംസ്ഥാനങ്ങളിൽ പല റേറ്റുകളാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ടാക്സ് എന്ന് പറയുന്ന സംഭവം കൂടുതലുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്ക് കൂടുതൽ വിലയ്ക്ക് പെട്രോൾ വാങ്ങേണ്ട അവസ്ഥ കൂടി ഉണ്ടെന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ അകത്തുനിന്ന് എന്തിനു വേണ്ടി നയാര അങ്ങനെയാണ്, റിലയൻസ്, നയാര തുടങ്ങിയ വമ്പന്മാർ മോദിയുമായി കൂട്ടുചേർന്ന് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ എന്തിനു വേണ്ടി പറയുന്നു? എന്താണ് ഇവർ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പഠിക്കാതെ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലുണ്ട്, BHP ഉണ്ട്, ഹിന്ദുസ്ഥാനുണ്ട്, ഇവരെ ഒന്നും ടാർഗറ്റ് ചെയ്യാതെ ഇവരെ മാത്രം എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം കുറച്ച് പേര് പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ച് തന്നെ ഡൊണാൾഡ് ട്രംപിനെ തഴഞ്ഞുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ച് തന്നെ ഇവർക്ക് വേണ്ടി കൂടി ഇതാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അവരുടെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് എണ്ണ വാങ്ങാതെ ഇവർക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊക്കെ ഇവർ ഓരോ ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വാസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇന്ത്യയുടെ പോളിസികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവരിൽ നിന്നും നയാരിൽ നിന്നും റിലയൻസിൽ നിന്നും ഇന്ത്യ എണ്ണ എടുക്കുന്നതിൽ തന്നെ അതിനായ കൂടുകളൊക്കെ ഗവൺമെൻറ് പണികഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വ്യക്തമായി അവർ പറഞ്ഞു തരില്ല. കാരണം അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ബിസിനസ് പരമായ തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം റഷ്യയിൽ നിന്ന് ഈ ഒരു നയാരയും റിലയൻസൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ മാർക്കറ്റ് പ്രൈസും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്ത് എപ്പോഴാണ് കുറച്ച് എണ്ണ വാങ്ങേണ്ടത് ആ ടൈമിൽ നല്ല എണ്ണ വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ആൾക്കാരൊക്കെ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കിംവദന്തികൾ നിങ്ങൾ പടച്ചു വിടരുത്. അത് വാസ്തുവിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ്. അത് കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യുക. എന്തായാലും നരേന്ദ്രമോദി വളരെ മികച്ച ഒരു തീരുമാനങ്ങൾ ഇന്ന് നമ്മുടെ കർഷകർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാനും അതിനോടൊപ്പം നിൽക്കുന്നു ഒരു ഇന്ത്യൻ എന്ന നിലയിൽ. നന്ദി, നമസ്കാരം.